ഒന്ന് ജനിപ്പിച്ചു വിട്ടാൽ കഴിയുന്നതാണോ മാതാപിതാക്കളുടെ കടമ? തങ്ങൾക്ക് കിട്ടാതെ പോയൊരു ബാല്യം എന്തു വില കൊടുത്തും മക്കൾക്ക് നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നതാണോ ഈ പറഞ്ഞ കടമ? എന്തിനും ഏതിനും അരുതെന്ന് പറഞ്ഞ വിലക്ക് മക്കളിലെ വാശിയും അമർഷവും ഉണ്ടാക്കിയെടുക്കുന്നതാണോ ആ കടമ? അതോ അമിതമായി ലാളിച്ചും കൊഞ്ചിച്ചും സ്വന്തമായൊരു തീരുമാനം പോലും എടുക്കാൻ പഠിപ്പിക്കാതെ, അതിന് വഴിവയ്ക്കാതെ 18 കഴിയുമ്പോഴേക്കും ലോകത്തിന് മുൻപിലേക്ക് മക്കളെ തുറന്നുവിടുന്നതാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം? തിരിച്ചറിവില്ലാത്ത കാലത്ത് സ്നേഹിച്ചും ലാളിച്ചും അറിവ് വെച്ചപ്പോൾ എന്നാൽ അപരിചിതനെ പോലെ പെരുമാറുകയും ചെയ്ത അച്ഛന്മാര് കേരളത്തിലെ കുട്ടികൾക്ക് ഒരു പുതുമയല്ല. താങ്ങായും തണലായും നിന്ന് തനിക്ക് വഴി കാണിക്കുമെന്ന് വിശ്വസിച്ച് തങ്ങളുടെ ആദ്യത്തെ റോൾ മോഡലായി സ്വന്തം അച്ഛനെ നോക്കിക്കണ്ട പല കുട്ടികളും നിരാശയിലാണ് ആ ദൗത്യം അവസാനിപ്പിച്ചത്. മുൻകോപവും പിടിവാശിയും തനിക്ക് കീഴിലാണ് കുടുംബത്തിലെ മറ്റെല്ലാവരും എന്നുള്ള അഹങ്കാരത്തിന് പുറത്ത് സ്വന്തം ഭാര്യയോടും മക്കളോടും പെരുമാറിയ ഒരച്ഛനും ഒരു കുട്ടിക്കും ഒരു റോൾ മോഡലാകാൻ യോഗ്യനല്ല. പുരുഷന് കീഴിൽ പാത്രം കഴുകിയും വെച്ച് വിളമ്പിയും വീട്ടിനുള്ളിൽ അടിമയെപ്പോലെ സ്വന്തം ഭാര്യയെ നോക്കിക്കണ്ട ഇത്തരം മനുഷ്യരെ കണ്ടു വളർന്ന ആൺമക്കള് നാളെ ഒരു പെണ്ണിനെ വെറുമൊരു വസ്തു മാത്രമായി കണ്ടാല്, അവള് തനിക്ക് കീഴിലാണെന്ന് വിശ്വസിച്ചാല് ആരാണ് യഥാർത്ഥത്തിൽ അവിടെ തെറ്റുകാരൻ? ഒന്ന് പ്രതികരിച്ചാൽ തൻ്റെ ദാമ്പത്യ ജീവിതം തകരുമെന്ന വിശ്വാസത്തിൽ നാടിനും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും മക്കൾക്കും വേണ്ടി അവസാന ശ്വാസത്തോളം ചേർത്ത് വെച്ചിരിക്കുന്ന ഓരോ അമ്മമാരുടെയും വിവാഹബന്ധങ്ങൾ കണ്ടുവളരുന്ന ഓരോ പെൺമക്കളും നാളെ തനിക്ക് നേരെ ഒരു പുരുഷൻ കൈയോങ്ങിയാൽ, നാളെ ശാരീരികവും മാനസികവുമായി ഒരു പുരുഷൻ പീഡിപ്പിച്ചാൽ അതിനവൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ അവിടെ തെറ്റുകാര്? വീട്ടില് പച്ചയ്ക്ക് മക്കൾക്ക് മുൻപിൽ വെറുപ്പും വിദ്വേഷവും തുപ്പി പരസ്പരമോ മക്കൾക്ക് മുൻപിലോ നല്ലൊരു മാതൃക പോലും നൽകാൻ കഴിയാത്ത അച്ഛനും അമ്മയുമൊക്കെ മക്കള് സമൂഹത്തിലും വിദ്യാലയത്തിലും നല്ലൊരു മാതൃകയാകും എന്ന് വിശ്വസിക്കുന്നതിലും വലിയൊരു തമാശ നമ്മുടെ നാട്ടിലില്ല. മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടും കൈവിട്ടുപോയ തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ഓർത്ത് ഉള്ളു തുറന്ന് വേദനിക്കുന്ന മാതാപിതാക്കളുള്ള ഒരു ലോകത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അവിടെ നല്ലത് ചെയ്ത് വഴി കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മോശം കാര്യങ്ങൾ കാണിച്ച് നിങ്ങളുടെ മക്കളെ ഒരു തലമുറയുടെ ഭാരമാക്കി മാറ്റരുത്. കണ്ടുവളരാൻ ഇന്നീ കുട്ടികൾക്ക് നല്ലൊരു റോൾ മോഡൽ പോലുമില്ല. അശ്ലീലവും വെറുപ്പും വൈകൃതങ്ങളും കാണിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പറ്റം ഇൻഫ്ലുവൻസേഴ്സാണ് ഇന്ന് ആ കുഞ്ഞുങ്ങൾ കാണുന്നതും കണ്ടുപഠിക്കുന്നതും. വിരലിലെണ്ണാവുന്ന നല്ലത് പറയുന്ന, നല്ലത് കാണാൻ പ്രേരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികൾ അറിയുന്നത് പോലുമില്ല. തിരിച്ചറിയണം നിങ്ങളുടെ കുട്ടികളുടെ സ്വപ്നങ്ങളും അവരുടെ സൗഹൃദങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളുമൊക്കെ. നിങ്ങൾ ഇന്ന് കൊടുക്കാത്ത സ്നേഹം നാളെ അവർ എങ്ങനെയാണ് തിരിച്ചു തരിക? നിങ്ങൾ ഒരിക്കൽ ജീവിച്ച് കാണിക്കാത്ത പാഠങ്ങൾ നാളെ അവർ ജീവിതത്തിൽ ചെയ്യണമെന്ന് പറയുന്നതിൽ എവിടെയാണ് യുക്തി? അറിയാം, നിങ്ങളും ഒത്തിരി സഹിച്ചിട്ടുണ്ട്, കുറേ വേദനകൾ അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ വെറുപ്പിൻ്റെ ആ ശൃംഖലയിൽ ഒരന്ത്യം വരണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മാറണം, ആരെങ്കിലും ഒരാൾ നന്നാകണം. മക്കളെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഇല്ലാതാകില്ല നിങ്ങളുടെ അഭിമാനം. അവരോട് ഉള്ളു തുറന്നൊന്ന് സംസാരിച്ചാൽ ഉരുക്കി പോവുകയുമില്ല അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം. നിങ്ങളൊരിക്കൽ ആകാൻ ആഗ്രഹിച്ചതല്ല അവരാകേണ്ടത്. അവരാകാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതിന് വഴിയും വെളിച്ചവുമാവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓർക്കുക, ബഹുമാനവും ആദരവുമൊക്കെ ഒരിക്കലും ആരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ അർഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും സ്വന്തം മക്കളുമൊക്കെ നിങ്ങൾക്ക് അത് നൽകിയിരിക്കും.